ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചുമ്മാതിങ്ങനെ ഇരുന്നതാ. അപ്പം തോന്നി ഇരുന്ന് സമയം പോക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങളോട് രണ്ട് കഥ പറഞ്ഞിട്ട് സമയം പോക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് എന്ന് വിചാരിക്കും. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും, ദേ നീ ഇങ്ങനെയാണോ വീട്ടിൽ മേക്കപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ടാണോ കുത്തിരിക്കാറ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതെ, ഞങ്ങളങ്ങനെയാണ്. എന്നെ കുട്ടിക്കാലം തൊട്ടേ ഞങ്ങളെ കാരണവന്മാരും ഭംഗിയും കോലവും ഉള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് മേക്കപ്പിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതല്ലാത്ത പോരാത്തതിന് ഞങ്ങളൊക്കെ സീരിയൽ കണ്ടുങ്ങാൻ അതുമ്മൽ തലക്ക് ഭ്രാന്ത് കയറിയിട്ട് സീരിയലിലുള്ളവരൊക്കെ എപ്പോഴെങ്കിലും ഒരു നോർമൽ വേഷത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതേപോലെ ഞങ്ങൾ രാവിലെ കുളിച്ചൊരുങ്ങി പുറപ്പെട്ട് റെഡിയായി ഇങ്ങനെ കുത്തിരിക്കും മേക്കപ്പൊക്കെ ഇട്ട് എന്ന് പറയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം അതൊന്നുമല്ല. സംഭവം എനിക്ക് കോഴിക്കോടൊന്ന് പോകണം. കോഴിക്കോട് പോകണം എന്ന് വിചാരിച്ചത് ഒന്നാമതെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി ഗൈസ്. യൂട്യൂബിൽ നിന്ന് മാസം മാസം ഇഷ്ടം പോലെ വരുമാനം മേടിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റാൻഡ് ഇല്ലാതെയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് മേടിക്കണമെന്ന് കുറേ ആയി ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ ഞാൻ നല്ല ധാവണി എടുത്ത സമയത്ത് ഭയങ്കര അഭിപ്രായം, രണ്ടെണ്ണം കൂടി എടുത്തുകൂടായിരുന്നോ എന്നാണ് സലീമിൻ്റെ ചോദ്യം. അപ്പോൾ പിന്നെ ഞാൻ നോക്കട്ടെ, ചിലപ്പം ധാവണീൻ്റെ സെക്ഷനിൽ വേറെ ഏതെങ്കിലും പുതിയ ഇന്നേക്കോലും മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടോ. ഇന്നലത്തെ സ്റ്റോക്ക് കഴിയുമ്പോൾ ഇന്നേക്ക് വേറെ എടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് മേടിക്കാം, ഒരു സ്റ്റാൻഡ് മേടിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് മൈഗ്രെയിൻ വന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സും അതേപോലെ ഞാൻ ഇക്രയിൽ കാണിക്കുന്ന ഡോക്ടേഴ്സും പറഞ്ഞു യൂറോളജിനെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിവിടെ സ്പെഷ്യാലിറ്റി ഞാൻ അങ്ങോട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേര് നോക്കുക, അവിടെ ഷീട്ടുണ്ട്. സ്പെഷ്യാലിറ്റിയിൽ ഇന്ന് ഡോക്ടർ വരുന്നുണ്ട് എന്ന് കേട്ടു. അപ്പോൾ 2 മണിക്കാണ് ഡോക്ടർ വന്ന്, 2 മണിക്ക് തൊട്ട് 3 മണിയാകുമ്പോൾ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 12:30ക്കാണ് ഞാൻ വിളിച്ച് നോക്കുന്നത്. ഞാൻ കോഴിക്കോട് എത്തിയിട്ട് അവിടെ നിന്ന് ഇതെല്ലാം മേടിച്ച് വരുമ്പോഴേക്ക് ഡോക്ടറെ വഴിക്ക് പോകും. അപ്പോൾ പിന്നെ എനിക്ക് ഡോക്ടറെ കാണിക്കാനും പറ്റില്ല, രണ്ടിനും ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ച് ലേറ്റായിട്ട് വന്നാലും വേണ്ടിയില്ല, ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ പോവാം. 2 മണി കറക്റ്റ് വരും, 3 മണിക്ക് തിരിച്ച് പോകുന്ന പറയുന്നതെന്ന് അവർ പറഞ്ഞത്. ഇനി എന്തെന്നാന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒക്കെ റെഡിയായി കുറേ ഇങ്ങനെ മൊബൈൽ തോണ്ടി കുത്തിരുന്ന് വന്നപ്പോൾ ഒരയാൾ വിളിച്ചിട്ട്, അയാൾ എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ അല്ലേ, പക്ഷേ ചിലതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ അയാളോട് എടുത്തേ വയ്ക്കാൻ ഞാൻ ചോദിച്ചു, നിങ്ങളോട് ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങ് ബ്ലോക്ക് ആക്കി പോവുക. അതന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ആക്കി പോവുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ എന്നെ വിളിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ എല്ലാ വീഡിയോസും ഇഷ്ടമാണ് അല്ലെ എല്ലാ വീഡിയോസും ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം, പലതും ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്നെയും സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇതൊക്കെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. അപ്പം നിങ്ങൾ പറയും ഞാൻ ആരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കുകയാണെന്ന്. ഒരാളോ 2 ആളോ 3 ആളെ കൊണ്ടോ എനിക്ക് വിളിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ 300 ആളെ കൊണ്ടൊന്നും എന്നെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് എനിക്ക് വരുന്ന കോളുകൾ, എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ കോളുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അറ്റൻഡ് ചെയ്ത് നല്ലതാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങളോട് ഒന്ന് കേട്ടോട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ അതിൽ ഇതേപോലെ കുറച്ച് കൃമികൾ വന്നിട്ട് നിങ്ങളുടെ എല്ലാത്തിനെയും എനിക്ക് സപ്പോർട്ട് ചെയ്യും, എല്ലാം എന്ന് ഉദ്ദേശിച്ച അയാൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് അയാളോട് എന്നെ ചോദിച്ചു നോക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം സമയം ഏകദേശം ഒരു 1:10 ആവുന്നുണ്ട്. ഒരു 1:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. കാറും കൊണ്ടുപോയിട്ടാണ് പോയത്. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ മെല്ലെ ബസ്സിന് അങ്ങോട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. കാർ അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ കാണിക്കാൻ വരുന്നവർക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലേ പിന്നെ ആരെ പാർക്ക് ചെയ്യാൻ സമ്മതിക്കാനാ. തിരിച്ച് വരുമ്പോൾ എനിക്ക് അവിടുന്ന് കാർ എടുത്തിട്ട് ഇങ്ങ് പോരുകയും ചെയ്യാമല്ലോ. അപ്പം എന്നിട്ട് യൂറോളജിനെ ഒന്ന് കാണിച്ചു നോക്കട്ടെ. യൂറോളജിനെയൊക്കെ ഓൾറെഡി കാണിച്ചതാണ്. പിന്നെ അവർ വീണ്ടും ഈ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേദന വരാൻ കാരണം ഈ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അതെനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് സംഭവമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു യൂറോളജിനെ ഒന്ന് കാണിച്ചോട്ടെ, എന്നിട്ട് അവരുടെ ഒപ്പീനിയനോട് തരാം. എനിക്ക് നാളെ ഇക്കറിയിൽ കാണിക്കാൻ പോകാനുള്ളതാണ്. മറ്റേ ഡോക്ടറിനെ ചീത്തറിയും, എന്തുകൊണ്ട് നീ യൂറോളജിനെ കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. അതിനുള്ളൊരു ഉത്തരവും കൂടി എനിക്ക് കൊടുത്തേ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ഡോക്ടറെ പേടിയാണ് ഉള്ളത് പറയുന്നതിനെന്താ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ വെറുതെ ഇരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു
നമ്മുടെ ഡീറ്റെയിലൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. കാരണം എൻ്റെ എനിമികൾക്കാണെങ്കിൽ പോലും എൻ്റെ ഒരു വിവരം അറിയണ്ടെന്നാണ് ഇവർ പറയല്. പക്ഷേ എൻ്റെ ഒരൊറ്റ വീഡിയോ അല്ലാതെ അവർ കാണുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടുകയും ചെയ്യും. ഇവളുടെ വീഡിയോ ആരും കാണുകയും ചെയ്യരുത്, ഇവർക്ക് ആരും കമൻറ്റ് ഇടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കമൻറ്റ് അവരുടേതാവുകയും ചെയ്യും. അപ്പോൾ എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള നല്ലവരായിട്ടുള്ളതും മോശമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് ഇവിടുന്ന് പോയേക്കാമെന്ന് കരുതി. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ വൈകുന്നേരം നിങ്ങൾക്ക് കാണാം ഞാൻ വന്നതിന് ശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂറോളജിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്. ഒരു 1:30 പോയാൽ പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. ഡോക്ടർ ബ്ലോക്ക് കുടുങ്ങിയിട്ടെങ്ങാണ്ടും ലേറ്റായാൽ അതും പെട്ടു പോവും ഗൈസ്. എന്നാലും വേണ്ടിയില്ല. അപ്പോൾ ഏതായാലും ചുമ്മാ ഇരുന്നപ്പോൾ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നുണ്ട്. ഇനി ചുമ്മാ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും വീണ്ടും സന്ധിക്കും വരെ വണക്കം പറഞ്ഞിട്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് സലീം. ടാറ്റാ.